ഇപ്പം എൻ്റെ ഒരു ജേർണി നോക്കുവാണെങ്കിലും എനിക്ക് ഇന്ത്യ എ വരെ ഞാൻ കളിച്ചിട്ടുണ്ടായിരുന്നു. ദുലീപ് ട്രോഫി ഞാൻ കളിച്ചു. അപ്പം എനിക്ക് ആ ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ടുണ്ട്. അപ്പം എനിക്ക് ആ ഒരു കറക്റ്റ് ഈ പറഞ്ഞ പോലെ ആ ഒരു മാച്ച് ഒരു എന്താ പറയുക ആ ഒരു ക്രൂഷ്യൽ മാച്ചിൽ ഞാൻ നോടിയിട്ട് ദുലീപ് ട്രോഫി ഞാൻ ഫൈനലിൽ കളിച്ചു. ആ ഫൈനലിലാണെങ്കിലും എനിക്ക് ഞാൻ 35 റൺസാണ് അടിച്ചത്. അപ്പോൾ എനിക്ക് അതൊരു 100 അടിക്കുകയാണെങ്കിൽ അടുത്ത ഒരു ഇന്ത്യ എ ടൂറിൽ ഞാൻ ഉണ്ടായേനെ. പക്ഷെ അപ്പോൾ എനിക്ക് ആ ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനത് ഗ്രാബ് ചെയ്ത് കിട്ടിയില്ല. പക്ഷെ സ്റ്റിൽ ഇനിയൊരു ഓപ്പർച്യൂണിറ്റി വരുമ്പോഴത്തേക്ക് ഞാൻ ശരിക്കും അത് ഗ്രാബ് ചെയ്ത് എനിക്ക് അതിൻ്റെ ഒരു മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ എല്ലാവരുടെയും ഡ്രീമാണ് ഇന്ത്യ കളിക്കണം എന്നുള്ളൊരു കാര്യം. ബട്ട് അതൊരു ലോങ് ജേർണിയാണ്. അപ്പോൾ ആ ഒരു പ്രോസസ്സിൽ വിശ്വസിച്ച് എൻ്റെ നെക്സ്റ്റ് ടൈം നമുക്ക് എന്താണ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കൺട്രോൾ ചെയ്ത് എൻ്റെ ബെസ്റ്റ് ഞാൻ എപ്പോഴും എടുക്കും. ഈ ഒരു മൂമെന്റിൽ നിൽക്കുമ്പോൾ മാനേജ്മെന്റിന്റെയും അതേപോലെ തന്നെ നമ്മുടെ കേരള ഗവൺമെന്റിന്റെ ഒക്കെ ഒരു സപ്പോർട്ട് എത്രത്തോളം ഉണ്ട്? അവിടുന്ന് വേണ്ടപ്പെട്ട ആരെങ്കിലും കോൾ ചെയ്യോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നു? അല്ല, കോള് നമ്മുടെ വിഷസ് എപ്പോഴും നമ്മളെ ഇപ്പോൾ നമ്മുടെ പ്രിയൻ സാർ ഭയങ്കര ഒരു ക്രിക്കറ്റ് എൻതൂസിയാസ്റ്റ് ആണ്. അപ്പോൾ പ്രിയൻ സാർ എപ്പോഴും വിളിക്കും. ഇങ്ങനെ ഇപ്പോൾ കഴിഞ്ഞ കേരള ക്രിക്കറ്റ് ലീഗിലും സാറ് പറയണ്ട എന്നാണ് നമ്മുടെ കേരള ക്രിക്കറ്റ് ഒരു രഞ്ജി ട്രോഫി നേടുക എന്നുള്ള കാര്യം. അപ്പോൾ നമ്മൾ ഇതിലെത്തി. പിന്നെ നമ്മുടെ ചാക്കോച്ചൻ ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു, കൺഗ്രാറ്റ്സ് പറഞ്ഞ്. അത് കഴിഞ്ഞിട്ട് ബാക്കി എല്ലാവരും സിനിമയിലുള്ള ഇപ്പോൾ ഉണ്ണി മുകുന്ദൻ എല്ലാവരും സുഹൃത്തുക്കളാണല്ലേ? ഞാൻ അവരുടെ മെന്ററാണ്. ഞാൻ ഒരിക്കൽ കണ്ടിരുന്നു നിങ്ങൾ മാളികപ്പുറം സിനിമ ഒരുമിച്ചിരുന്ന് കാണുന്നത്. ഉണ്ണിയായിട്ട് ഭയങ്കര നല്ല ബോണ്ടാണ്. ചാക്കോച്ചനാണല്ലോ ഞാൻ നമ്മുടെ CCL ടീമിന്റെ മെന്ററായിരുന്നു. അപ്പോൾ അവരെ ആ ക്രിക്കറ്റ് കളിക്കുന്ന എല്ലാ ആക്ടേഴ്സുമായിട്ടും വലിയ ഒരു ബന്ധമുണ്ട്. എപ്പോഴും അവരും എപ്പോഴും ഈ ക്രിക്കറ്റ് ഫോളോ ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് അങ്ങനെ തന്നെയാണ് ഞാൻ അവരെ പരിചയപ്പെട്ടതും, ക്രിക്കറ്റിലോട്ടുള്ള ആൾക്കാർ. നമ്മുടെ അർജുൻ നന്ദകുമാർ, ജോൺ, എല്ലാവരും, പ്രശാന്ത് അലക്സാണ്ടർ ചേട്ടൻ, സൈജു ചേട്ടൻ, അവരൊക്കെ എപ്പോഴും സൈജു കുറുപ്പ് ചേട്ടൻ. അപ്പൊ എല്ലാവരും ആ ഒരു വിശ്വസ് എപ്പോഴും അറിയിക്കും. അവർ കളി കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ കേരളം ജയിക്കുമ്പോഴും ഞാൻ പെർഫോം ചെയ്യുമ്പോഴാണെങ്കിലും അവരുടെ ഒരു സന്തോഷം അവർ പ്രകടിപ്പിക്കാറുണ്ട്. പിന്നെ സപ്പോർട്ട് അതൊരു ഹൈ തന്നെയാണ്. പിന്നെ കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ ആ ഒരു സപ്പോർട്ട് വലിയ ഒരു സംഭവം തന്നെയാണ്. നമ്മൾ ആ ഒരു നമുക്ക് തരുന്ന ഒരു ഫെസിലിറ്റീസ് ആയിക്കോട്ടെ, അവർ തരുന്ന ഒരു എഫേർട്ട് ആയിക്കോട്ടെ, ഇതെപ്പോഴും ഭയങ്കര ഹൈ തന്നെയാണ്. അപ്പോൾ അത് അവരുടെ എല്ലാവരുടെയും ഒരു എഫേർട്ടാണ് നമുക്ക് ഈ ഒരു പൊസിഷനിൽ നമ്മളിപ്പോൾ എത്തിയത്. ഓക്കെ, ഇപ്പം കേരളത്തിൽ നിന്ന് പുതിയതായിട്ട് വളർന്നു വരുന്ന ആളുകളാണ് സൽമാൻ, അതുപോലെ തന്നെ റോഹൻ കുന്നുമേൽ, അങ്ങനെയുള്ള ആളുകൾ. അപ്പം ഇവരെ പറ്റിയുള്ള ഒരു പ്രതീക്ഷ എന്താണ്? അവർ ഭയങ്കര ടാലന്റഡ് യങ്സ്റ്റേഴ്സ് തന്നെയാണ്. അവർ യങ്സ്റ്റേഴ്സ് പറയുമ്പോൾ അവർ സീനിയർ പ്ലേയേഴ്സ് തന്നെയാണ്. പക്ഷെ അവരും എന്താ പറയില്ല, അവർക്കും ഒരു ഡ്രീം സീസൺ തന്നെയായിരുന്നു. റോഹന് അവരുടെ ബെസ്റ്റ് വന്നില്ലെങ്കിൽ പോലും റോഹന്റെ ഒരു ക്ലാസ് എപ്പോഴും നമ്മൾ കാണുന്നതാണ്. അപ്പം റോഹൻ നമ്മുടെ കേരള ടീമിന്റെ സച്ചിൻ ടെണ്ടുൽക്കറാണ് റോഹൻ. അപ്പം റോഹന്റെ ആ ഒരു ക്ലാസ് ബാറ്റിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ആ ബാറ്റിംഗ് കാണാൻ. ഈ വർഷം അവനൊരു വലിയൊരു ഇത് തുടക്കം കിട്ടിയില്ലെങ്കിൽ പോലും എനിക്ക് ഐ എം ഷുവർ അവൻ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് അവൻ വീണ്ടും നല്ല രീതിയിൽ ഒരു ചാമ്പ്യൻ പ്ലെയർ തന്നെയാണ്. സൽമാൻ നിസാർ ആണെങ്കിലും നമ്മുടെ കുറെ ഒരു ലാസ്റ്റ് 10 years ആയിട്ട് നമ്മുടെ ഒരു സെറ്റപ്പിലുള്ള ഒരു പ്ലെയർ ആണ്. അപ്പോൾ ഇതൊരു വൺ ഓഫ് ദ ബെസ്റ്റ് ഒരു സീസൺ തന്നെയായിരുന്നു സൽമാനും. ഭയങ്കര ഹാർഡ് വർക്കിംഗ് ക്രിക്കറ്ററാണ് സൽമാൻ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു എഫേർട്ടാണ് നമുക്ക് ഈ റൺസ് വഴി നമുക്ക് കിട്ടിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം ഹി വിൽ ഓൾസോ, അവരോട് ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, അപ്പം ഈ ഒരു കൊല്ലം ഒരു 600 റൺ അടിക്കാൻ ഈസിയാണ്. അപ്പോൾ വീണ്ടും അടുത്ത കൊല്ലം വന്നിട്ട് ആ ഒരു 600 അടിക്കാനാണ് ഏറ്റവും പാട്. അപ്പോൾ നമ്മുടെ എഫേർട്ട് എപ്പോഴും ഹൈ, അതിൻ്റെ ഇരട്ടി ആയിരിക്കണം നമ്മൾ വീണ്ടും ചെയ്യണമെങ്കിൽ. അപ്പം അവരത് ചെയ്യും, കാരണം അവരൊക്കെ നമ്മുടെ കുട്ടികളാണ്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമ്മൾ പെർഫോം ചെയ്ത് കേരള ക്രിക്കറ്റിനെ അവരെ പ്രൗഡാക്കും. നമ്മൾ കളി കമ്പയർ ചെയ്യുമ്പോൾ KL രാഹുലും സഞ്ജുവിനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ സഞ്ജു എപ്പോഴും വിക്കറ്റ് കീപ്പിംഗ് ബാറ്റ്സ്മാനാണ്. അപ്പം KL രാഹുലിനെ എടുത്ത് നോക്കുവാണെങ്കിൽ നമുക്കറിയാം ആളുടെ കളി രീതികളൊക്കെ. പക്ഷെ പലപ്പോഴും സഞ്ജുവിനെ ഇറക്കാതെ KL രാഹുലിനാണ് ഇറക്കാറുള്ളത്. അപ്പം അതെന്തുകൊണ്ടായിരിക്കാം എന്ന് തോന്നുന്നത്? എൻ്റെ ഒരു ഇതിൽ എനിക്ക് തോന്നുന്നത് അവരെ ഓരോ സ്റ്റൈലിലായിരിക്കും അവർ പ്രകടനം എടുക്കുന്നത്. കാരണം ഇപ്പം ഗൗതം ഗംഭീർ ആയിക്കോട്ടെ, സഞ്ജുവിനെ എന്തോരം സപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടു. റീസെൻ്റ് ഒരു പെർഫോമൻസിലൊക്കെ മാച്ചസിലൊക്കെ നമ്മൾ കണ്ടു. അപ്പം എനിക്ക് തോന്നുന്നു KL രാഹുലിനെ അവർ T20 അവർ കൺസിഡർ ചെയ്യുന്നില്ല, സഞ്ജുവിനെയാണ് അവർ കൺസിഡർ ചെയ്യുന്നത്. അപ്പം ആ ഒരു സ്റ്റൈൽ ഓഫ് പ്ലേനെ ആയിരിക്കും അവിടെ അവർ ഒരു സെലക്ഷൻ ക്രൈറ്റീരിയ ആയിട്ട് കാണുന്നത്. അപ്പൊ സഞ്ജു ശരിക്കും ഒരു ഫാസ്റ്റ് സ്കോറിംഗ് ഒരു പ്ലെയർ ആണ്. അതാണ് അവന്റെ ഒരു സ്റ്റൈലും അങ്ങനെ തന്നെയാണ്. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.